പെരുമ്പയറിൻ്റെ രണ്ടാഴ്ചയിലധികമായ ചെടികളാണ് ഇത്. പെരുമ്പയർ, അതായത് ഇതാണ് പെരുമ്പയർ. ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ വെച്ച് കുതിർത്തിട്ട് ഇതിൻ്റെ വിത്ത് ലൂസായ മണ്ണിൽ ഇങ്ങനെ പൂഴ്ത്തി വെച്ച് അതിന് പുറത്ത് ലൂസായിട്ട് മണ്ണ് വിതറി ഒരു 2 ദിവസം കൊണ്ട് തന്നെ മുള വരും. അങ്ങനെ മുള വന്നത് കാണിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഇത് 2 ആഴ്ചയായിരിക്കുകയാണ്. അപ്പം എനിക്ക് പെരുമ്പയർ നട്ട് ഇതുവരെയും ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. ബാക്കിയുള്ള എല്ലാ പയറിനങ്ങളും സ്വന്തം കുടുംബത്തിലാണെങ്കിലും ഒക്കെ നട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പെരുമ്പയർ എങ്ങനെയാണ് വള്ളിയായിട്ടാണോ കുറ്റിയായിട്ടാണോ വരുന്നത് എന്നറിയാൻ ഒരാഗ്രഹം വന്നു. ഒപ്പം ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കണം എന്നും സ്വന്തമായിട്ട് ഇതെല്ലാം ഉണ്ടാക്കി കാണണമെന്നും ഉള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി പൂവൊക്കെ വന്ന് ഏത് രീതിയിലാണ് ഇത് വള്ളിയായിട്ട് മുകളിലേക്ക് പടരുമോ എന്നൊന്നും അറിയില്ല. അത് അങ്ങനെ വള്ളിയായിട്ട് പടരുമോ അതോ കുറ്റിയായിട്ട് നിന്ന് തന്നെയാണോ ഈ പെരുമ്പയറിൻ്റെ വിത്തുകളൊക്കെ കായൊക്കെ ഉണ്ടായി പയറുണ്ടായി വരുന്നത് എന്നുള്ളതൊന്ന് കണ്ടു തന്നെ അറിയാനാണ് എൻ്റെ പ്ലാൻ. അപ്പം ഇത് ചെറിയ പ്രായത്തിലുള്ള കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഇല്ലെങ്കിൽ കൃഷിയിലേക്ക് താല്പര്യം ഉണ്ടാവാത്തക്ക രീതിയിൽ ചെറിയ പ്രായക്കാർക്ക്, ചെറിയ കുട്ടികൾക്ക് തന്നെ ഇതൊക്കെ ഒന്ന് കണ്ട് ചെറിയ രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ വളമോ ഭയങ്കര പ്രൊഫഷണലായിട്ടുള്ള അറിവോ പ്രാക്ടിക്കാലിറ്റിയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഒരു വിത്ത് കുഴിച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലോ ഒരു മണ്ണിളക്കമുള്ള ആവശ്യത്തിന് സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നും കൂടി മനസ്സിലാക്കിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒപ്പം എനിക്കും ഇതിൽ നിന്ന് തന്നെത്താനെ ചെയ്യുമ്പം ഉള്ള ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സും ഇതിൻ്റെ പുതിയ ഇലകൾ വരുന്നതും അതിൽ കായ്കൾ ഉണ്ടാകുന്നതും പൂക്കൾ ഉണ്ടാകുന്നതുമൊക്കെ നല്ലോണം നിരീക്ഷിച്ച് മനസ്സിലാക്കാനും അതിൽ നിന്ന് കായ്കൾ പറിച്ചുപയോഗിക്കാനും ഒക്കെ ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ വിത്ത് ഇത്രയും വലിപ്പമുള്ളൊരു പോട്ടിൽ തന്നെയാണ് ആദ്യമേ നട്ടിരുന്നത്. ഇനി ഇതിൻ്റെ പൂ വരുമ്പോഴും കായ ഉണ്ടാകുമ്പോഴും ഉള്ള വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. സാധാരണ പയറിൻ്റെ വള്ളിപ്പയറിൻ്റെ ഇല പോലെ തന്നെയാണ് ഇവയെല്ലാം കാണപ്പെടുന്നത്.